എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റ് സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കാറ്റ് സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്നത് എയോലിയൻ ഭൂരൂപങ്ങൾ എന്നാണ്. അതിന് കാരണം പ്രാചീന ഗ്രീസിലെ കാറ്റിന്റെ ദേവനായിരുന്നു ഇയോലസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് എയോലിയൻ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. കാറ്റിന്റെ എല്ലാ ജിയോളജിക്കൽ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെ നമ്മൾ എയോലിയൻ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ജിയോളജിക്കൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപരദനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്, അവസാദങ്ങളെല്ലാം. അപ്പോൾ കാറ്റിന്റെ അപരദന പ്രക്രിയകൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് സംഭവിക്കാറുള്ളത്: ഡിഫ്ലേഷൻ, അബ്രേഷൻ ആൻഡ് അട്രീഷൻ. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത് ഡിഫ്ലേഷനെ കുറിച്ചാണ്. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാറ്റടിക്കുന്ന സമയത്ത് ഈ ഇളകിക്കിടക്കുന്ന മണ്ണ്, വരണ്ട പ്രദേശങ്ങളിലൊക്കെ ഇളകിക്കിടക്കുന്ന മണ്ണ് എന്ത് ചെയ്യും? കാറ്റിന്റെ ശക്തി കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടും. മണ്ണ് മാത്രമല്ല, മണൽത്തരികളുണ്ടാവും, ചെറിയ ചെറിയ ചരൽക്കല്ലുകളൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഈ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ കാറ്റെടുക്കൽ എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും വരണ്ട പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്നത്? ഈർപ്പം കുറവായിരിക്കും. അപ്പൊ ഈർപ്പമുള്ള മണ്ണാണ് അതിനെ ഈ ഉപരിതലത്തോട് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ അതിങ്ങനെ ഇളകി കിടക്കുമായിരിക്കും. അപ്പൊ കാറ്റടിക്കുമ്പോൾ വേഗം തന്നെ അത് മൂവ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യപ്പെടുന്ന, കാറ്റടിക്കുമ്പോൾ മണ്ണും മണലും കല്ലും എല്ലാം കൂടെ മൂവ് ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഡിഫ്ലേഷൻ. അടുത്തത് അബ്രേഷൻ. ഇങ്ങനെ ഈ പോകുമ്പോൾ ഈ കാറ്റ് ഇങ്ങനെ ചരലിനെയും മണലിനെയൊക്കെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന വഴിയിൽ കുറച്ച് കല്ലുകളൊക്കെ കാണും. ആ കല്ലിന്റെ ഉപരിതലത്തിന് ഈ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ തട്ടിയിട്ട് തേയ്മാനം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അബ്രേഷൻ എന്ന് പറയുന്നത്. ശിലോപരിതലങ്ങൾക്ക് എന്ന് എഴുതിയതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. ഇങ്ങനെ ഉരസൽ മൂലം, അതായത് കൊണ്ടുവരുന്ന കണങ്ങള് നിലവിലുള്ള കല്ലുകളുമായിട്ട് ഉരസും. അപ്പോൾ എന്ത് സംഭവിക്കും? ശിലോപരിതലങ്ങൾക്ക് തേയ്മാനം സംഭവിക്കും. അതാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഡിഫ്ലേഷനിൽ അപരദനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് വഴിയായിട്ടാണ്, അല്ലെ? കാറ്റാണ് അപരദന ഉപകരണം എന്ന് പറയുന്നത്. പക്ഷെ അബ്രേഷനിൽ കാറ്റുമുണ്ട്, ഒപ്പം തന്നെ ഈ മണൽത്തരികളും കൂടെ അപരദന ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു വെക്കേണ്ടത്, മരുഭൂമിയിലൊക്കെ അല്ലെങ്കിൽ മരുപ്രദേശങ്ങളിലൊക്കെ കാറ്റ് വീശുന്ന സമയത്ത് ഒരു 50 സെന്റിമീറ്ററിനുള്ളിൽ മാത്രമായിട്ടായിരിക്കും ഈ മണൽത്തരികളും മണ്ണും ഒക്കെ ചലനവിധേയമാകാറുള്ളത്. അതായത് ഈ കാറ്റ് ഭയങ്കര ഉയർന്നു പൊങ്ങി പറന്നു പോകത്തില്ല. ഒരു 50 സെന്റിമീറ്ററിനുള്ളിലായിരിക്കും ഇതിന്റെ ചലനം സംഭവിക്കാറുള്ളത് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ അതാണ് കാറ്റിന്റെ രണ്ടാമത്തെ അപരദന രീതി, അബ്രേഷൻ. ഇനി അടുത്തതാണ് അട്രീഷൻ. അട്രീഷൻ എന്ന് പറയുമ്പോൾ ഈ കാറ്റ് വഹിച്ചുകൊണ്ട് പോകുന്ന ശിലാകണികകളുണ്ടല്ലോ, അത് പരസ്പരം ഉരസിയിട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ കണികകളായിട്ട് രൂപാന്തരപ്പെടുന്നു. അതാണ് അട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണികകളുടെ വലുപ്പം കുറയുന്നുണ്ട്, അതുപോലെ തന്നെ അവ ഗോളാകൃതി പ്രാപിക്കുകയും ചെയ്യുന്നു. നേരത്തെ വരുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പായിരിക്കും, അത് പരസ്പരം ഉരസി ചെറിയ ചെറിയ കണികകളായി ഗോളാകൃതി കൈവരിക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് അട്രീഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാന അപരദന രീതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാറ്റിന്റെ അപരദന ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഭൂരൂപമാണ് ബ്ലോ ഔട്ടുകൾ. ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇങ്ങനെ ഡിഫ്ലേഷൻ സംഭവിക്കുന്നു. ഡിഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തെ മണലും മണ്ണും ചരലും എല്ലാം നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഡിഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചെറുതായിട്ട് താഴ്ന്നു വരുന്നു, ചെറിയൊരു കുഴി പോലെ വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലോ ഔട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഈ കുഴി തന്നെ കുറച്ചും കൂടെ വലിപ്പം കൂടിയാൽ എന്ത് നമ്മൾ പറയും? ഡിഫ്ലേഷൻ ഗർത്തങ്ങൾ എന്ന് പറയാൻ പറ്റും. അതായത് ഒരുപാട് കാലം ഡിഫ്ലേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ എന്താണ്? വിസ്തൃതമായ വലിയ കുഴികൾ രൂപപ്പെടുന്നു. അതിനെയാണ് ഡിഫ്ലേഷൻ ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫ്ലേഷൻ ഗർത്തങ്ങൾ കുറച്ചും കൂടെ വലുതായ, അതായത് വീണ്ടും 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 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുറേയും കൂടെ വിസ്തൃതമായി മാറും ആ ഒരു ഏരിയ. അതിനെയാണ് നമ്മൾ ഡിഫ്ലേഷൻ ബേസിൻ എന്ന് പറയുന്നത്. ആദ്യം ബ്ലോ ഔട്ടുകളുണ്ട്, പിന്നെ കുറച്ചും കൂടെ വലുതായാൽ അതിനെ നമ്മൾ ഡിഫ്ലേഷൻ ഗർത്തങ്ങൾ എന്ന് പറയും. കുറച്ചും കൂടെ വിസ്തൃതമാകുമ്പോൾ അതിനെ നമ്മൾ ഡിഫ്ലേഷൻ ബേസിനുകൾ എന്ന് പറയും. ഇനി ഈ ഡിഫ്ലേഷൻ പ്രക്രിയയുടെ അവസാനം, അന്തിമ തലം എന്ന് പറയുന്നത് ആ മരുപ്രദേശത്തെ ഭൂജല വിതാനം വരെയാണ്.
അതായത് ഭൂജല വിതാനത്തിൽ ഡിഫ്ലേഷൻ ബേസിൻ എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഭൂജല വിതാനം വരെ ഇതിങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മണ്ണും മണലും ഒന്നും പോകാനില്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ചെറുതായിട്ട് വെള്ളം വരാൻ തുടങ്ങും, അവിടെ സസ്യങ്ങളൊക്കെ വളരാൻ തുടങ്ങും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മരുപ്പച്ചകൾ ഒയാസിസ് ഒക്കെ രൂപം കൊള്ളുന്നത് ഈ ഒരു ഡിഫ്ലേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാൻ പറ്റും. ഇനി കാറ്റിന്റെ അപരദന ഫലമായിട്ടുണ്ടാകുന്ന മറ്റൊരു ഭൂരൂപമാണ് കൂൺശിലകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അബ്രേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു 50 സെന്റിമീറ്റർ വരെ ഉയരത്തിലെ ഈ ശിലാകണികകളൊക്കെ വഹിക്കപ്പെടുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ വലിയ ശിലകളുടെയൊക്കെ കീഴ്ഭാഗത്ത് ഇങ്ങനെ അബ്രേഷൻ മൂലം ഘർഷണം സംഭവിച്ച് അവിടെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാതായി പോകുന്നു. അങ്ങനെ ശിലകളുടെ മുകൾ ഭാഗം അങ്ങനെ നിൽക്കുകയും ശിലകളുടെ അടിഭാഗം ചെറുതായി നിൽക്കുകയും അവസാനം അതൊരു കൂൺ ഷേപ്പിലോട്ട് എത്തുകയും ചെയ്യും, ചിത്രത്തിൽ കാണുന്നത് പോലെ. അത്തരത്തിലുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ കൂൺശിലകൾ എന്ന് പറയുന്നത്. അടുത്തൊരു ഭൂരൂപമാണ് വെന്റിഫാക്റ്റുകൾ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത്. കാറ്റിനാൽ ഉണ്ടായത് എന്നാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. ഒന്നുമില്ല, നമ്മൾ ഈ ശിലാകണങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു കല്ലിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഈ ചെറിയ ശിലാകണങ്ങളും അവിടെയുള്ള കല്ലിന്റെയും ഘർഷണ ഫലമായിട്ട് മിനുസപ്പെട്ട് ഒരു ശിലാഖണ്ഡമായിട്ട്, മിനുസമുള്ള ശിലാഖണ്ഡമായിട്ട് മാറുന്നു. അത്തരത്തിൽ മാറ്റപ്പെട്ട ശിലാഖണ്ഡങ്ങളെയാണ് നമ്മൾ വെന്റിഫാക്റ്റുകൾ എന്ന് പറയുന്നത്. ചിത്രത്തിലുണ്ട്, ശ്രദ്ധിക്കാം. അടുത്തത് മരുസ്ഥല നടപ്പാതകൾ, ഡെസേർട്ട് പെർമൻസ് എന്ന് പറയും. അതൊന്നുമില്ല, പെബിൾസ്, ഗ്രാവൽസ്, ബോൾഡേഴ്സ് ഇങ്ങനത്തെ ശിലാവസ്തുക്കളൊക്കെ ചേർത്ത് വെക്കപ്പെട്ടതുപോലുള്ള ഒരു രൂപമാണിത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിഫ്ലേഷൻ സംഭവിക്കുന്നു, കാറ്റടിക്കുന്നു, അവിടുത്തെ ചെറിയ ചെറിയ സംഭവങ്ങളല്ല, ചെറിയ ചെറിയ ചരല്, ചെറിയ ചെറിയ മണല്, മണ്ണ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. കാലക്രമേണ ഇത്ര വലുപ്പമുള്ളതൊന്നും കൊണ്ടുപോകാൻ കാറ്റിന് കഴിയത്തില്ല. അപ്പോൾ അത് അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നു. കുറെ കാലം അടിഞ്ഞുകൂടി കഴിയുമ്പോൾ അതൊരു നടപ്പാത പോലെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് മരുസ്ഥല നടപ്പാതകൾ. അതും ഡിഫ്ലേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ്. അടുത്തത് സ്യൂജനാണ്. സ്യൂജൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മഷ്റൂം ശില പഠിച്ചതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകൾ ഭാഗത്ത് കാഠിന്യമുള്ള ശിലയും താഴ്ഭാഗത്ത് മൃദുശിലയുമുള്ള ഭാഗങ്ങളിൽ ഈ താഴ്ഭാഗം അപരദന വിധേയമായിട്ട് എന്ത് ചെയ്യും, പൊടിഞ്ഞു പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. മുകൾ ഭാഗം ഇങ്ങനെ നിരപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഏറെക്കുറെ ഒരു മേശയുടെ ഷേപ്പിലായിരിക്കും അത് വരിക. അതിനെയാണ് സ്യൂജൻ എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് മുകൾ ഭാഗത്ത് കഠിനശിലയും താഴ്ഭാഗത്ത് മൃദുശിലയുമായിരിക്കും സ്യൂജനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് മെസ്സയും ബ്യൂട്ടും. അതുകൊണ്ടാണ് നേരത്തെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത്. മേശയുടെ ആകൃതി തന്നെ വരുന്ന മറ്റൊരു ഭൂരൂപമാണ് മെസ്സ എന്ന് പറയുന്നത്. അതൊന്നുമില്ല, പീഠഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഉയരമുള്ള പരന്ന പ്രതലത്തോടു കൂടിയ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ എന്ന് നമുക്കറിയാം. അപ്പോൾ പീഠഭൂമികളുടെ വശങ്ങളിൽ അപരദനം സംഭവിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട് ഒരു മേശ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് മെസ്സ എന്ന് പറയുന്നത്. ഈ മെസ്സയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മെസ്സയുടെ വീതി അതിന്റെ ഉയരത്തെക്കാളും കൂടുതലായിരിക്കും. അതായത് മെസ്സയ്ക്ക് എത്ര ഉയരമുണ്ടോ അതിനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ മുകൾ ഭാഗത്തെ വിസ്തൃതി അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്. ഇനി മെസ്സയോട് ഏറെക്കുറെ സെയിം ആയിട്ടുള്ള എന്നാൽ ഉയരത്തേക്കാൾ കുറവ് വീതിയുള്ള ഭൂഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും, ബ്യൂട്ട് എന്ന് പറയും. മാറിപ്പോവരുത്, മെസ്സയുടെ വീതി അതിന്റെ ഉയരത്തേക്കാൾ കൂടുതലായിരിക്കും, എന്നാൽ ബ്യൂട്ടിന്റെ വീതി അതിന്റെ ഉയരത്തേക്കാൾ കുറവായിരിക്കും. അതാണ് മെസ്സയും ബ്യൂട്ടും. മെസ്സയ്ക്ക് മേശയുടെ ആകൃതി തന്നെയാണ്. മേശയുടെ ആകൃതിയുള്ള മറ്റൊരു ഭൂരൂപമാണ് സ്യൂജൻ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അത് കഠിനശിലയും മൃദുശിലയുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാറ്റിന്റെ അപരദന ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങൾ. അടുത്തതായി നമുക്ക് കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട്, ഡെപ്പോസിഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. കാറ്റിന്റെ നിക്ഷേപണം എങ്ങനെയാണ് സംഭവിക്കുക? കാറ്റിന്റെ ശക്തി കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കളെയൊക്കെ കൊണ്ടുപോകാനുള്ള ഊർജം അതിനില്ലാതാവുകയും അത് മെല്ലെ മെല്ലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അതിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. നിക്ഷേപണത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ് ശിലാതരികളുടെ വലിപ്പം, വസ്തുക്കളുടെ അളവ്, കാറ്റിന്റെ ദിശ, സസ്യജാലങ്ങളുടെ സാന്നിധ്യം ഒക്കെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല തരത്തിലുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളാണ് ഉണ്ടാവാറുള്ളത്.
കാറ്റിന് പ്രധാനമായിട്ടും 2 ടൈപ്പ് നിക്ഷേപണ ഭൂരൂപങ്ങളാണുള്ളത്. ഒന്ന് ലോവസ് അല്ലെങ്കിൽ ലോയിസ് എന്നൊക്കെ പറയാറുണ്ട്. ലോയിസ് LOESS ആണ്. ഞാനതവിടെ എഴുതാൻ വിട്ടുപോയി. ലോയസ് അല്ലെങ്കിൽ ലോയിസ് എന്നൊക്കെ പറയും. പിന്നുള്ളത് മണൽമേടുകളാണ്, ഡ്യൂണുകളാണ്. അപ്പൊ ആദ്യം നമുക്ക് ലോയിസ് എന്താണെന്ന് പഠിക്കാം. ഒന്നുമില്ല, നമ്മൾ ഈ ചെറിയ തരികൾ, സിൽട്ട്, കളിമൺ പോലുള്ള ഏറ്റവും ചെറിയ തരികൾ അവയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് കാറ്റിന്റെ ശക്തി കൊണ്ട് ഒരുപാട് ദൂരം, കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കാറ്റിന്റെ ശക്തി കുറയുമ്പോൾ എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതപ്പിന്റെ അല്ലെങ്കിൽ വിരിയുടെ രൂപത്തിലൊക്കെ നിക്ഷേപിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. അത് കാലക്രമേണ എന്ത് ചെയ്യും, ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വന്ന് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാറുണ്ട്. ചെറിയ സെന്റിമീറ്ററുകൾ തൊട്ട് വലിയ മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 100 മീറ്റർ ഒക്കെ കനത്തിൽ വരെ ലോസുകൾ കാണപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ലോയസുകൾ ഭയങ്കര ഫലപുഷ്ടവും കൃഷിക്ക് അനുയോജ്യവുമാണ്. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോയസ് നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും ചൈന, യൂറോപ്പ്, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കാണുന്നത്. ആക്ച്വലി ചൈനയിലെ യെല്ലോ റിവറിന് ആ പേര് വരാനുള്ള കാരണം ഇത്തരത്തിലുള്ളൊരു ലോയസ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള അവസാദങ്ങൾ നദിയിൽ ചെന്ന് പതിച്ച് അതിന് മഞ്ഞ നിറമാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണെന്ന് അല്ലെങ്കിൽ ഒരു ഭൂരൂപമാണെന്ന് ഓർത്തിരിക്കുക. അതാണ് ലോയസ്. അടുത്തത് മണൽമേടുകൾ അല്ലെങ്കിൽ ഡ്യൂണുകൾ ആണ്. നമുക്കറിയാം കാറ്റിന്റെ നിക്ഷേപണം, കാറ്റിന്റെ ശക്തി കുറയുമ്പോൾ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കപ്പെടും, കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ. അപ്പോൾ അത് കോൺ രൂപത്തിൽ കൂനകളോ വരമ്പുകളോ ഒക്കെ ആയിട്ട് നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് മണൽമേടുകൾ അല്ലെങ്കിൽ ഡ്യൂണുകൾ എന്ന് പറയുന്നത്. ഇനി ഈ മണൽമേടുകൾ രൂപം കൊള്ളുന്നതിന് ചില സാഹചര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ധാരാളം മണലിന്റെ ലഭ്യത ഉണ്ടായിരിക്കണം. പിന്നെ തുടർച്ചയായി കാറ്റ് വീശിക്കൊണ്ടേയിരിക്കണം. അടുത്തത്, എന്തെങ്കിലും ഒരു സ്വാഭാവിക തടസ്സം അവിടെ ഉണ്ടായിരിക്കണം. അതായത് സസ്യജാലങ്ങളോ കല്ലുകളോ വേലികളോ മുമ്പേ ഉള്ള മണൽക്കൂനകളോ അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കണം. ഈ തടസ്സം കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുമ്പോൾ കാറ്റിന്റെ വേഗത കുറയുന്നു. അങ്ങനെ മണൽ നിക്ഷേപിക്കപ്പെടുന്നു, മണൽമേടുകൾ രൂപീകരിക്കപ്പെടുന്നു. ഇനി ഈ മണൽമേടുകൾ തന്നെ പല തരത്തിലുണ്ട്, പല ഷേപ്പിലുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഒരു ഷേപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബർക്കൻസ്. ബർക്കൻസ് എന്ന് പറയുമ്പോൾ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന മണൽക്കൂനകളാണ്. അതായത് 30 മീറ്റർ മുതൽ 350 മീറ്റർ വരെ ഉയരത്തിൽ ബർക്കനുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ബർക്കനുകളിലെ കാറ്റടിക്കുന്ന ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ കാണുന്ന ചിത്രത്തിന്റെ ഇടതുവശത്തേക്കായിരിക്കും കാറ്റ് അടിക്കുന്നുണ്ടാവുക. ചിത്രത്തിൽ വിൻഡിന്റെ ദിശ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇടതുവശത്തായിരിക്കും കാറ്റ് അടിക്കുന്നുണ്ടാവുക. ശേഷം അതിങ്ങനെ ചന്ദ്രക്കലയുടെ രൂപത്തിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് പാരാബോളിക് ഡ്യൂൺസ്, അനുവൃത്ത മണൽമേടുകൾ. ഇത് സത്യത്തിൽ ബർക്കൻ തന്നെയാണ്. ഇതിൽ 2-3 വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. ഒന്ന്, കുറച്ചൊക്കെ സസ്യാവൃതമായ മണൽപ്പരപ്പുകളിലാണ് ഇത്തരത്തിലുള്ള പാരാബോളിക് ഡ്യൂണുകൾ അല്ലെങ്കിൽ അനുവൃത്ത മണൽമേടുകൾ ഉണ്ടാവാറുള്ളത്. ഇത് യു ആകൃതിയിലാവാം, വി ആകൃതിയിലാവാം. പിന്നെ കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റമില്ലാതെ തന്നെ ഇത് വിപരീത ദിശയിൽ വികസിക്കും. അതായത് നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഈ കാറ്റ് വന്നത് ഡ്യൂണിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ നോക്കൂ, ഈ പാരാബോളിക് ഡ്യൂൺസ് ആകുമ്പോഴത്തേക്കും അതിൽ കാറ്റ് വീശുന്നത് അതിന്റെ ആ കുഴിഞ്ഞ വശത്തേക്കാണ്. വിൻഡിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അങ്ങനെ കാറ്റിന്റെ ദിശയിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇതിനെ നമ്മൾ ബർക്കനുകൾ അല്ലെങ്കിൽ അനുവൃത്ത മണൽമേടുകൾ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് സീഫുകൾ. സീഫുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കാറ്റിന്റെ ദിശ അനുസരിച്ച് സമാന്തരമായി ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വളരെ നീളമുള്ളതായിരിക്കും, വളരെ ഇടുങ്ങിയതായിരിക്കും. അത്തരത്തിലുള്ള മണൽക്കൂനകളെയാണ് നമ്മൾ സീഫുകൾ എന്ന് പറയുന്നത്. വാളിന്റെ ആകൃതിയാണ് പൊതുവെ എന്ന് പറയാറുണ്ട്. അതായത് അല്ലെങ്കിൽ ഒരു ബർക്കനിൽ 2 ഭാഗങ്ങളുണ്ടല്ലോ, ചന്ദ്രക്കലയുടെ പോലത്തെ ആ 2 കോണുകളുണ്ടല്ലോ, അതിലൊരു കോണിന് നീളം കൂടുന്നത് പോലെ ആലോചിച്ചാലും സീഫിന്റെ ഒരു ഏറെക്കുറെ രൂപം കിട്ടും. അങ്ങനെയാണ് പറയുന്നത് സീഫുകൾ. കാറ്റിന്റെ ദിശയ്ക്ക് സമാന്തരമായി വളരുന്ന നീളമുള്ള മണൽക്കൂനകളാണ് സീഫുകൾ എന്നോർത്താൽ മതി. അനുദൈർഘ്യ മണൽമേടുകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡണൽ ഡ്യൂൺസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഇനി മറ്റൊന്ന്, കാറ്റിന്റെ ദിശയ്ക്ക് ലംബമായിട്ട് മുകളിലോട്ട് രൂപം കൊള്ളുന്നതാണ് പ്രതിബന്ധ മണൽമേടുകൾ, ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ്. ഓക്കെ, കാറ്റിന്റെ ദിശയ്ക്ക് ലംബമായി രൂപം കൊള്ളുന്നത് പ്രതിബന്ധ മണൽമേട്, കാറ്റിന്റെ ദിശയ്ക്ക് സമാന്തരമായി രൂപം കൊള്ളുന്നത് സീഫുകൾ അല്ലെങ്കിൽ അനുദൈർഘ്യ മണൽമേടുകളാണ്.
അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാറ്റിന്റെ നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ. മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.